ഗുഡ് മോർണിംഗ്. ഡാനിയൽ കപ്പൂച്ചിനസിൻ്റെ ദൈവം പെയ്തിറങ്ങുന്നു എന്ന ഒരു കൊച്ചു പുസ്തകത്തിൻ്റെ ഒരു കൊച്ചു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കാണ് ചിന്മയുടെ ജീവിതം ആരംഭിക്കുന്നത്. കാലികമായ ദുരന്തങ്ങളുടെ നേർക്കാഴ്ചയ്ക്കുമേൽ അയാൾ നിർമ്മലമായ മനസ്സോടെ ക്ലിക്ക് ചെയ്തു. അയാൾ എടുത്തണിഞ്ഞ പ്രൊഫഷണൽ നിസ്സംഗത അയാളുടെ കാഴ്ചയ്ക്കുമേൽ തിരശ്ശീല വലിച്ചിട്ടു. തൻ്റെ കണ്ണിൽ ഇരുട്ട് വന്നിറങ്ങുന്നത് അയാൾ അറിഞ്ഞു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തിനുമേൽ നിസ്സംഗതയുടെ ഫ്ലാഷ് മിന്നിച്ച് അന്ധതയിലേക്ക് അഥവാ ആത്മാവിൻ്റെ ഇരുട്ടിലേക്ക് ക്രമേണ ചെന്നെത്തി. ആ ഇരുട്ടിലിരുന്ന് ജീവിതത്തിൻ്റെ മുഴക്കങ്ങൾ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവ് അയാളെ അലച്ചിലിൻ്റെ പുഴയായി ഒഴുകാൻ പ്രേരിപ്പിച്ചു. ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള അന്വേഷണത്തിൻ്റെ ആരംഭം. ആ യാത്രയിലെ കാഴ്ചകളിലൊന്നാണ് സ്നേഹ. അവൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം പോലെ അവൾ ജ്വലിച്ചു നിൽപ്പുണ്ട്. ആ പുഴയുടെ ഹൃദയത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ മുഴക്കങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, നിലവിളികൾ എല്ലാം മനസ്സിലാക്കുമ്പോൾ ഉപാധികളില്ലാതെ സ്നേഹം നൽകി അവനെ പോകാൻ അനുവദിക്കുന്നു. അശാന്തമായ ലോകത്തിൻ്റെ ആകുലതകളിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുമ്പോൾ തീപിടിക്കുന്ന വേദനകളിലേക്ക് ചെന്നെത്തുന്നു എന്ന് സ്നേഹയുടെ ജീവിതം പറഞ്ഞു തരുന്നു. സ്നേഹയോട് യാത്ര ചോദിച്ച് ചിന്മയി പോകുന്നത് പഴയ ഹൃദയബന്ധത്തിൻ്റെ കൂട്ടിലേക്കാണ്. അവിടെ കാത്തിരിക്കാൻ അമ്മയില്ല. അമലയാകട്ടെ മറ്റൊരന്വേഷണത്തിൻ്റെ വേനൽ ചൂടിൽ വാടി തളർന്നു പോയിരുന്നു. മനുഷ്യ മഹാസങ്കടങ്ങളുടെ ഈ ചാക്രിക സംക്രമണത്തിൽ അമലയും ചിന്മയും ഒരു ബിന്ദുവിൽ കണ്ടുമുട്ടുന്നു. ചിന്മയുടെ ഭൗതികമായ അന്വേഷണങ്ങളും അമലയുടെ ആത്മീയ സഞ്ചാരങ്ങളും ഒരു നേർവരയിൽ സംഗമിക്കുന്നു. ഒടുവിൽ ചിന്മയി ചോദിക്കുന്നു, ഒരുപാട് യാത്രകളിലൂടെ ഞാൻ പഠിച്ചത് ഒരു കുടിലിരുന്ന് നീ എങ്ങനെ ഗ്രഹിച്ചു? കണ്ണുകളടച്ച് ഉള്ളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എല്ലാം മനസ്സിൽ തെളിയുന്നു. താൻ ഇന്നോളം നടത്തിയ അന്വേഷണങ്ങളുടെ നിസ്സാരതയോർത്ത് അവനപ്പോൾ നടുങ്ങുന്നു. അന്തമില്ലാത്ത യാത്രകളെല്ലാം നിസ്സാരമായി തോന്നി. ഉള്ളിലെ വെളിച്ചം കെടുത്തിയിട്ട് പുറത്തെ ഇരുളിൽ ഇറങ്ങുന്നതിൻ്റെ മൗഢ്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഉള്ളിലെ തിരിയടച്ചിട്ട ഇരുളിൽ തപ്പുന്ന സമകാലിക മനുഷ്യരുടെ ചിത്രമാണ് ഇവിടെ വെളിവാകുന്നത്.